എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SNGO ഫസ്റ്റ് സെമിസ്റ്റർ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ്റെ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിശദീകരിക്കുക. അപ്പോൾ 4 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് വൺ സെൽഫ്, അതായത് സ്വയം തന്നെയുള്ള ആശയവിനിമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് വൺ സെൽഫ്. അടുത്തതാണ് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 or more പീപ്പിൾ, അതായത് 2 അതിലധികമോ ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 or more പീപ്പിൾ. അടുത്തതാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ, അതായത് മനുഷ്യന്മാരും ജീവികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ ബീങ് എന്നുള്ളതാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ത്രൂ മീഡിയ ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 4 ടൈപ്സ് കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് വൺ സെൽഫ്. ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ബിറ്റ്വീൻ 2 or more പീപ്പിൾ. എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ മീഡിയ. അപ്പൊ ഇതാണ് എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി ഫോംസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോംസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുക, വിശദീകരിക്കുകയാണ് വേണ്ടത്. അപ്പൊ 6 ഫോംസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്. ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ ആഡ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, അതായത് മുഖത്തോട് മുഖമുള്ള സംഭാഷണത്തെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ. അടുത്തതാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ്, ഇമെയിൽ, മെസ്സേജ് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ യൂസിങ് ലെറ്റേഴ്സ് ആൻഡ് ഇമെയിൽ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിജിറ്റൽ ആഡ്. ഡിജിറ്റൽ ആഡ് ആണ് ഇമോജീസ്, സ്റ്റിക്കേഴ്സ്, അതേപോലെ തന്നെ ഗിഫ് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോസ്, ചാറ്റ്സ്, ഗ്രാഫ് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷന് മൂവി, വീഡിയോ, അതായത് സൗണ്ടും വിഷ്വൽസും യൂസ് ചെയ്തിട്ടുള്ളതാണ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനും ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മറ്റേത് എന്താണ്, വിഷ്വൽസ് മാത്രം. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വിഷ്വൽസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ വിഷ്വൽസും സൗണ്ട്സും ഒരുപോലെ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്. അടുത്തതാണ് ടെക്നോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ ത്രൂ സ്മാർട്ട് ഫോൺ. ഓക്കെ, അപ്പം എത്ര ടൈപ്സ് ആണുള്ളത്? 6 ടൈപ്പ് ഫോംസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്. ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ ആഡ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ്, ഇമെയിൽ, മെസ്സേജ് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഡിജിറ്റൽ ആഡ് ആകുമ്പോൾ ഇമോജീസ്, സ്റ്റിക്കേഴ്സ്, മെംസ് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഫോട്ടോസ്, ചാറ്റ്സ്, ഗ്രാഫ് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ മൂവി ആൻഡ് വീഡിയോ യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ടെക്നോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ.
ഇത് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ 5 തിയറിയാണുള്ളത്. ബവോ തിയറി, ഡിങ് ഡോങ് തിയറി, പുഹ് പുഹ് തിയറി, യോ ഹി ഹോ തിയറി, ജസ്റ്റ് തിയറി. അപ്പോൾ ബവോ തിയറി എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ബിഗൈൻ ബൈ ഇമിറ്റേറ്റിംഗ് നാച്ചുറൽ സൗണ്ട്സ്, അതായത് നാച്ചുറൽ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെയാണ് ലാംഗ്വേജ് ഉണ്ടായത് എന്നുള്ളതാണ് ബവോ തിയറി പറയുന്നത്. അപ്പോൾ ബവോ തിയറി എന്താണ് പറയുന്നത്? ലാംഗ്വേജ് ഡെവലപ്ഡ് ഫ്രം ഇമിറ്റേറ്റിംഗ് നാച്ചുറൽ സൗണ്ട്സ്. അടുത്തതാണ് ഡിങ് ഡോങ് തിയറി. ഡിങ് ഡോങ് തിയറി പറയുന്നത് ലാംഗ്വേജ് ഡെവലപ്ഡ് ഫ്രം നാച്ചുറൽ സൗണ്ട്സ് ഓഫ് നാച്ചർ, അതായത് നാച്ചുറൽ ഉണ്ടാവുന്ന സൗണ്ട്സിലൂടെയാണ് ലാംഗ്വേജ് ഉണ്ടായത് എന്നുള്ളതാണ് ഡിങ് ഡോങ് തിയറി പറയുന്നത്. അതായത് ലാംഗ്വേജ് ഡെവലപ്ഡ് ഫ്രം നാച്ചുറൽ സൗണ്ട് ഓഫ് നാച്ചർ എന്നുള്ളതാണ് പറയുന്നത്. അടുത്തതാണ് പൂഹ് പൂഹ് തിയറി എന്ന് പറയുന്നത് ലാംഗ്വേജ് കെയിം ഫ്രം ഇമോഷണൽ ക്രൈസ്, അതായത് ലാംഗ്വേജ് ഉണ്ടായത് വികാരങ്ങളിലൂടെ, അതായത് വികാരത്തിൽ നിന്നിട്ടാണ് ഭാഷ ഉണ്ടായത് എന്നുള്ളതാണ് പൂഹ് പൂഹ് തിയറി പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് കെയിം ഫ്രം ഇമോഷണൽ ക്രൈസ്. അടുത്തതാണ് യോ ഹി ഹോ തിയറി. അത് പറയുന്നത് ലാംഗ്വേജ് ഡെവലപ്ഡ് ഫ്രം സൗണ്ട്സ് മെയ്ഡ് ഡ്യൂറിങ് ഗ്രൂപ്പ് വർക്ക്, അതായത് ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ ഉണ്ടായ ശബ്ദങ്ങളിൽ നിന്നാണ് ഭാഷ ഉണ്ടായത് എന്നുള്ളതാണ് യോ ഹി ഹോ തിയറി പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ജസ്റ്റർ തിയറി. ജസ്റ്റർ തിയറി എന്താ പറയുന്നത്? ലാംഗ്വേജ് സ്റ്റാർട്ടഡ് വിത്ത് ജസ്റ്റർ ബിഫോർ സ്പീച്ച്, അതായത് ലാംഗ്വേജ് ഉണ്ടായത് ആംഗ്യത്തിലൂടെ എന്നുള്ളതാണ് ജസ്റ്റർ തിയറി പറയുന്നത്. അപ്പോ 5 തിയറീസ് ആണ് ഉള്ളത്. ബവോ തിയറി, ഡിങ് ഡോങ് തിയറി, പുഹ് പുഹ് തിയറി, യോ ഹി ഹോ തിയറി, ജസ്റ്റർ തിയറി. ബവോ തിയറി പറയുന്നത് ഇമിറ്റേറ്റിംഗ് നാച്ചുറൽ സൗണ്ടിൽ നിന്നാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഡിങ് ഡോങ് തിയറി പറയുന്നത് ഫ്രം നാച്ചുറൽ സൗണ്ട്സ് ഓഫ് നാച്ചറിൽ നിന്നിട്ടാണ് ഭാഷ ഉണ്ടായതെന്നാണ് ഡിങ് ഡോങ് തിയറി പറയുന്നത്. പുഹ് പുഹ് തിയറി പറയുന്നത് ഇമോഷണൽ ക്രൈസിൽ നിന്നാണ് ഭാഷ ഉണ്ടായതെന്നാണ് പൂഹ് പൂഹ് തിയറി പറയുന്നത്. യോഹിഹോ തിയറി പറയുന്നത് സൗണ്ട്സ് മെയ്ഡ് ഡ്യൂറിങ് ഗ്രൂപ്പ് വർക്ക്, ഒരു ഗ്രൂപ്പ് വർക്കിന് ഇടയിൽ ഉണ്ടായ സൗണ്ടിൽ നിന്നിട്ടാണ് ഭാഷ ഉണ്ടായത് എന്നുള്ളതാണ് യോഹിഹോ തിയറി പറയുന്നത്. ജസ്റ്റർ തിയറി പറയുന്നത് അതായത് ആംഗ്യത്തിൽ നിന്നാണ് ഭാഷ ഉണ്ടായത് എന്നുള്ളതാണ് ജസ്റ്റർ തിയറി പറയുന്നത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇതിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തവർ പോയി കാണാം. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.